കരിപ്പൂർ സ്വർണ്ണക്കടത്ത് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി PV അൻവർ MLA. സ്വർണം കൊണ്ടുവന്ന പലരുടെയും വീടുകളിൽ ഡാൻസ് ഓഫ് സംഘം ബന്ധപ്പെടുന്നുണ്ട്. ഇതിനാണ് സുജിത് ദാസ് അവധിയിൽ പ്രവേശിച്ചത്. വിശ്വസിച്ചേൽപ്പിച്ചവർ മുഖ്യമന്ത്രിയെ ചതിച്ചു. ആരോപണം പാർട്ടിക്ക് തള്ളിക്കളയാനാകില്ല. തന്റേത് സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്ന ലോബികൾക്കെതിരെയുള്ള വിപ്ലവമെന്നും PV അൻവർ. സ്വർണം കൊടുന്ന പലരുടെയും വീടുകളിൽ ഡാൻസ് ഓഫിന്റെ ആളുകൾ സ്വകാര്യമായി ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട്. ഇത് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. സുജിത് ദാസ് എന്തിനാ 3 ദിവസം ലീവിന് പോയത്? ഈ വിഷയം ഉണ്ടായപ്പോൾ സുജിത് ദാസ് പോയില്ല IPS ലീവിന്. എന്തിനാ പോയത്? അമ്മേ പറഞ്ഞല്ലോ ഞാൻ. ഒരിക്കലും വീഴ്ച സംഭവിച്ചില്ല. അദ്ദേഹത്തിന് വിശ്വസിച്ചേൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല. വിശ്വസിച്ചേൽപ്പിച്ചവന് എപ്പോഴും ചതിക്കാം. അതിന് ആ വിശ്വസിച്ചേൽപ്പിച്ചവനല്ല അതിന് ഉത്തരവാദി. ആ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ വിശ്വാസം അതെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ദാറ്റ്. ഇത് ഈ അഴിമതിക്കെതിരെ, ഈ അക്രമത്തിനെതിരെ, ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും. അതിന് യാതൊരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ PV അൻവർ MLA സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതി CPM അന്വേഷിക്കാൻ ധാരണയായിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി ഈ പരാതി ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. P ശശിക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ കൂടിയുള്ള ആലോചന തുടരുന്നുണ്ട്. വിനീഷ് ചേരുകയാണ് വിവരങ്ങളുമായി. വിനീഷ്, 2 വിഷയങ്ങൾ. ഒന്ന്, PV അൻവറിന്റെ ആരോപണങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ CPM തള്ളിക്കളയാനാകില്ല. മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവർ ഈ വാർത്താ സമ്മേളനങ്ങളെ ആ ഒരു ജ്വാല കുറച്ചു എങ്കിലും ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇത് ഗൗരവമായി എടുക്കാൻ CPM നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇനി മറ്റൊന്ന്, കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, വിവാദങ്ങളിൽ, പ്രതികരണങ്ങളിൽ ഉറച്ചാണ് MLA ഇപ്പോഴും ഉള്ളത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ കഴിഞ്ഞ ദിവസം PV അൻവർ MLA കണ്ടതിന് ശേഷം തന്റെ നിലപാടുകളിൽ ചെറിയ തോതിലുള്ള ഒരു മയം വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇന്ന് രാവിലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ PV അൻവർ MLA നേരിട്ട് കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം ഇത്തരത്തിലായിരുന്നു. സർക്കാരിന്റെ പ്രതിച്ഛായയെ തകർക്കാനും സർക്കാരിനെ തകർക്കാനും പോലീസിനുള്ളിൽ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള നിലപാടിലേക്ക് PV അൻവർ മയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ CPM-നുള്ളിലെ വിഭാഗീയത തന്നെയാണ് പരസ്യമായി മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ കൃത്യമായ രീതിയിൽ നിലപാടുമായി PV അൻവർ MLA എത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് പ്രധാന ഉദാഹരണമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഇത്തരത്തിലാണ്. MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഇന്നത്തെ വാക്കുകളാണ്. ആ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ പ്രധാനമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അദ്ദേഹം പറഞ്ഞത് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം ഇത്തരത്തിലായിരുന്നു: പുലിയെ പോലെ വന്നയാൾ എലിയെ പോലെ മടങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറിയോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെ: എലി അത്ര ചെറിയ ജീവിയല്ല, എലിയുടെ വാക്കുകളും പരിഗണിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പ്രത്യേകിച്ച് PV അൻവർ MLA എന്ന് പറയുന്ന വ്യക്തി പാർട്ടിക്കും ദൈവത്തിനും മാത്രമാണ് അടിമയായി നിൽക്കുന്നത്, മറ്റാർക്കും അടിമയല്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്ന ഒരു സാഹചര്യം. ഒപ്പം നമുക്ക് ഈ വിഷയത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരുപക്ഷെ കൂടുതൽ PV അൻവർ MLA പരിഗണിക്കുന്ന തരത്തിലേക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊതുവെ പാർട്ടിയുടെ വിഷയങ്ങളിൽ അല്ലെങ്കിൽ പാർട്ടിയെ ബാധിക്കുന്ന സർക്കാർ തല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് പാർട്ടിക്കുള്ളിലാണ്. പക്ഷേ PV അൻവർ MLA അത് പരസ്യമായി പാർട്ടിയിലെ ഏറ്റവും ശക്തനായ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി പരസ്യമായി രംഗത്തെത്തുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ പരസ്യമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് യാതൊരു ശാസനയും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഗത്തു നിന്ന് പൂർണ്ണ പിന്തുണ PV അൻവർ MLAക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം പരിഗണനയ്ക്ക് എടുക്കുന്നത്. ഒപ്പം തന്നെ PV അൻവർ MLA നൽകിയ പരാതി കൃത്യമായി പരിശോധിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു.
ഒപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരായ ആക്ഷേപം അത് പരിശോധിക്കാൻ CPM നേതൃത്വം തയ്യാറാകുന്നു. അങ്ങനെയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് CPM നേതാക്കൾ അല്ലെങ്കിൽ CPMന്റെ പാർട്ടി ഘടകം എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തിയാണ്, മുഖ്യമന്ത്രിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന വ്യക്തിയാണ് പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി. ആ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ ആക്ഷേപം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെയുള്ള ചർച്ചയായി മാറാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇങ്ങനെ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത അത് മറനീക്കി ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഒരു പരാമർശങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, MR അജിത് കുമാറിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ആ ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് CPM PV അൻവർ MLA കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം തന്റെ നിലപാടിൽ ചെറിയ തോതിലുള്ള മയപ്പെടുത്തൽ ഉണ്ടാകുന്നു. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെ കണ്ടതിന് ശേഷം വീണ്ടും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ നിലപാടിൽ മാറ്റമില്ല, സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന പോലീസിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു തന്റെ പരാമർശം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വിഷയത്തിൽ നിന്ന് പതുക്കെ പുറകിലോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേസമയം തന്നെ MV ഗോവിന്ദൻ മാസ്റ്റർ PV അൻവർ MLA പല ഘട്ടങ്ങളിലായി സംരക്ഷിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ പറയുന്ന മുഖ്യമന്ത്രി പാർട്ടിക്കുള്ളിലെ വലിയ നേതാവാണ്. ഒപ്പം തന്നെ സർക്കാരും പാർട്ടിയുമല്ല, സർക്കാരാണ് ഈ വിഷയത്തിൽ ADGP ആയ MR അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതെന്ന ഒരു മൃദു സമീപനം പിണറായി വിജയന്റെ കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി എടുക്കുന്നു. ഒപ്പം തന്നെ നിലപാടുകളിൽ കടുത്തു നിൽക്കുന്ന PV അൻവർ MLA വാക്കുകളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടും CPM സംസ്ഥാന സെക്രട്ടറി എടുക്കുന്നു. അങ്ങനെ ഇരുഭാഗത്തും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പരസ്പരം ഒരു രാഷ്ട്രീയ നേതാവായി മാറുന്ന തരത്തിൽ ഈ വിഷയങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്താണോ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ആ ഒരു പദവിയിൽ ഇരുന്ന് ചെയ്യേണ്ട നിലപാടുകളിലേക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ എത്തുന്നു. ഇതിന് പിന്നിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയം, ഉള്ളറകളിലെ രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ CPMനുള്ളിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ MR അജിത് കുമാറിനെതിരെയും സുജിത് ദാസിനെതിരെയും കൂടുതൽ വെളിപ്പെടുത്തലുമായി PV അൻവർ MLA എത്തിക്കഴിഞ്ഞാൽ അത് സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാകും. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ സീനിയോറിറ്റി സംബന്ധിച്ച കാര്യമാണ്. പ്രത്യേകിച്ച് ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്ന എല്ലാ ഉദ്യോഗസ്ഥരും, 2 ഉദ്യോഗസ്ഥരുണ്ട്, സ്പർജൻ കുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥർ രണ്ടുപേരും സീനിയോറിറ്റി MR അജിത് കുമാറിനേക്കാളും കുറഞ്ഞ വ്യക്തികളാണ്, കുറഞ്ഞ ഉദ്യോഗസ്ഥരാണ്. അങ്ങനെയാണെങ്കിൽ MR അജിത് കുമാറിനെതിരെ ഇവർ അന്വേഷണം നടത്തിയാൽ ഈ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നത് സംബന്ധിച്ചുള്ള ഒരു സംശയവും നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനല്ല, തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളിലേക്കുള്ള കൃത്യമായ അന്വേഷണം നടക്കാനല്ല, തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കാനുള്ള ഒരു സമീപനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് MR അജിത് കുമാറിന്റെ പേരിൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഉത്തരവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായിരുന്നാലും CPMനുള്ളിലെ രാഷ്ട്രീയ കോലിളക്കങ്ങൾ അല്ലെങ്കിൽ ഉള്ളറകളിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. വരും ദിവസങ്ങളിൽ ഇത് നീറിപ്പുകയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലായിരിക്കും അന്തിമമായ ഈ വിഷയത്തിലുള്ള ഒരു ചർച്ച നടക്കുക. CPM മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയായ വിഷയങ്ങളിലും അന്വേഷണം നടത്തും എന്ന തീരുമാനത്തിലേക്ക് CPM നേതാക്കളും എത്തുന്നു. അങ്ങനെയാണെങ്കിൽ അത് പാർട്ടിയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. മുഖ്യമന്ത്രിക്ക് അതീതനായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ മാറുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയമായി ഈ വിഷയത്തെ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുക.